പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററിലെ 6ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഒരു പോളിനോമിയൽ പിക്ചേഴ്സ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയുണ്ടായി. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതൊരു പരാബോളിക് ഷേപ്പ്, അതിനൊരു നിയതമായ രൂപം കൊണ്ട് എല്ലാം പരാബോളിക് ഷേപ്പ് ആയിട്ടാണ് വരാറ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചു. കൂടാതെ അതിൻ്റെ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ പോളിനോമിയൽ രൂപീകരിക്കാനും നമുക്കറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതൊരു തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ കോമൺ രൂപം നമ്മൾ ax³ പ്ലസ് bx² പ്ലസ് cx+d, അതാണ് അതിൻ്റെ ഒരു ജനറൽ ഫോം. അപ്പോൾ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ, ഇപ്പോൾ p(x) = ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഇപ്പോൾ p(x) = എന്ന പോളിനോമിയലിൻ്റെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. p(x) = x³. അതുപോലെ p(x) = x³ മൈനസ് എക്സിൻ്റെ ഒരു ഗ്രാഫ് കണ്ടോ, മറ്റൊരു ഗ്രാഫാണിത്. അപ്പോൾ ഈ പോളിനോമിയൽ തേർഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫിന് പ്രത്യേക ഒരു ഫോമില്ല. അതായത് ഇന്ന രൂപത്തിൽ വരൂ എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേക ജനറൽ ഫോമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൽ അങ്ങനെയുണ്ട്. അപ്പോൾ തേർഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ x³ മൈനസ് എക്സിൻ്റെ ഗ്രാഫാണിത്. അതുപോലെ തന്നെ x³ p(x) = x³ ഗ്രാഫ് നമ്മൾ കണ്ടു. ഇത് ഒരു പോളിനോമിയൽ എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് നമ്മൾ എങ്ങനെ വരയ്ക്കാം? അപ്പോൾ ഫസ്റ്റ് ഡിഗ്രിയുടെയും സെക്കൻഡ് ഡിഗ്രിയുടെയും നമ്മൾ വരച്ചു കഴിഞ്ഞു. തേർഡ് ഡിഗ്രിയുടെ നമുക്ക് ഫോം ഇത് ജനറൽ ഫോം ഇല്ല. ഇങ്ങനെയാണ് അതിൻ്റെ പോളിനോമിയലിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാനം ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദീസ് പോളിനോമിയൽസ് p(x) = x, p(x) = 2x, p(x) = ½ x, p(x) = -x, p(x) = -2x. What is the common features of these graphs? അതാണ് ക്വസ്റ്റ്യൻ. ഈ താഴെ തന്നിരിക്കുന്ന ഈ പോളിനോമിയൽസിൻ്റെ ഒക്കെ ഗ്രാഫ് ഒന്ന് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ കോമൺ ഫീച്ചേഴ്സ് എല്ലാത്തിൻ്റെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. p(x) = x, p(x) = 2x, p(x) = ½ x, p(x) = -x, p(x) = -2x. അപ്പോൾ ഇതെല്ലാം p(x) = ax എന്ന രൂപം, അതായത് x ഉള്ള ടൈം മാത്രമേ ഉള്ളൂ. p(x) = ax എന്ന രൂപത്തിലുള്ള പോളിനോമിയലിന്റെ ഗ്രാഫാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോന്ന് വരച്ചു നോക്കാം. ആദ്യം p(x) = x-ന്റെ ഗ്രാഫ്. p(x) = x വരുമ്പോൾ x 0 ആകുമ്പോൾ p(x) 0, p(0) 0, p(1) 1. അപ്പോൾ x 0 ആകുമ്പോൾ p(0) 0, x 0 1 ആകുമ്പോൾ p(x) 1. അപ്പോൾ 0 0 1 1. നമുക്ക് x ആക്സും y ആക്സും വരച്ചൊന്ന് ഗ്രാഫ് വരച്ചു നോക്കാം. അതായത് ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും. ഹൊറിസോണ്ടൽ ലൈനിൽ 0 0 0 0 എന്ന് പറഞ്ഞാൽ x ഹൊറിസോണ്ടൽ ലൈനിൽ 0, വെർട്ടിക്കൽ ലൈനിൽ 0. 1 1 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈനിൽ 1, വെർട്ടിക്കൽ ലൈനിൽ 1. കേട്ടോ, ഇതാണ് പോയിന്റ്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ലൈൻ നമുക്കറിയാം. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആകുമ്പോൾ 2 പോയിന്റ് കിട്ടിയാൽ മതി ഗ്രാഫ് വരയ്ക്കാൻ. അപ്പോൾ 2 പോയിന്റ് വെച്ച് നമ്മൾ ഗ്രാഫ് വരച്ചു, സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി അടുത്ത p(x) = 2x നോക്കാം. p(x) = 2x എന്ന് പറയുമ്പോൾ p(0) എന്ന് പറയുമ്പോൾ 2 × 0, 0 തന്നെ വരും. p(1) എന്ന് പറയുമ്പോൾ 2 × 1, 2 എന്ന് വരും. അപ്പോൾ 0 0 എന്ന് പറയുന്ന പോയിന്റ് ഇത് തന്നെ. 1 2 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈനിൽ 1, വെർട്ടിക്കൽ ലൈനിൽ 2 ഇവിടെ വരും. അപ്പോൾ ഏതൊരു നോക്കിയേ ഗ്രാഫ് ഇത് ഇങ്ങനെ വന്നു. അപ്പോൾ p(x) = 2x-ന്റെ ഗ്രാഫ്. ഇനി അതുപോലെ p(x) = ½ x, p(x) = ½ x വരുമ്പോൾ നോക്കിയേ x 0 ആകുമ്പോൾ p(0) ½ × 0 0, x 2 ആകുമ്പോൾ p(2) എന്ന് പറയുന്നത് ½ × 2 that is 1. അപ്പോൾ 0 0 2 1. ഇത് 2 പോയിന്റ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നമ്മൾ എളുപ്പമുള്ള 2 എടുത്തുന്നുള്ളൂ. 2 പോയിന്റ് കിട്ടിയാൽ മതി. ഒക്കെ ഒന്ന് വരച്ച് നോക്കാം. 0 0 2 1. അപ്പോൾ കണ്ടോ, മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഓക്കെ. p(x) = -x, p(x) = -x ആകുമ്പോൾ p(0) എന്ന് പറയുമ്പോൾ -0 എന്ന് പറയുന്നത് 0 തന്നെ. p(1) എന്ന് പറയുമ്പോൾ -1 that is 1 -1. ആ പോയിന്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. 0 0 1 -1, 1 -1 മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഓക്കെ, 1 - 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് വരിക. 1 - 1. ഓക്കെ,
പി ഓഫ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ടു എക്സ്, അതിന്റെ നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ടു എക്സ് പി ഓഫ് 0 നെഗറ്റീവ് 2 into 0 that is 0. പി ഓഫ് 1 നെഗറ്റീവ് 2 into 1 that is നെഗറ്റീവ് 2. അപ്പോൾ 0 0 1 നെഗറ്റീവ് 2 0 0 എന്ന് പറഞ്ഞാൽ ഇത് ഹൊറിസോണ്ടൽ ലൈനിൽ 1 വെർട്ടിക്കൽ ലൈൻ നെഗറ്റീവ് 2 തവണ വരും. അപ്പോൾ അതിന്റെ ഗ്രാഫ് എന്തോ വരും നോക്കിയേ, ഇതാ ഇങ്ങനെ വരും. അടുത്തത് നോക്കാം. അടുത്തേതാ? എല്ലാം വരച്ചു കഴിഞ്ഞു അല്ലേ? അപ്പൊ ഈ പോളിനോമിയലിന്റെ എല്ലാം ഗ്രാഫിന്റെ പ്രത്യേകത എന്താണ്? ദി ഗ്രാഫ് ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ്. ഇതെല്ലാം പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് എന്ന രൂപത്തിലുള്ളതാണ്. അതിന്റെ എല്ലാം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അതെല്ലാം കണ്ടോ, ആ നടുക രണ്ട് വെർട്ടിക്കൽ ലൈന് ഹൊറിസോണ്ടൽ ലൈന് ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റിലൂടെ തന്നെ കടന്നു പോകും. ആ പോയിന്റ് നമ്മൾ സാധാരണ പറയുന്നത് ഒറിജിൻ എന്നാണ്, ആധാരബിന്ദു എന്ന് പറയും. അപ്പോൾ ആ ഒറിജിനിലൂടെയാണ് ഈ ഗ്രാഫ് എല്ലാം കടന്നത്. പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് എന്ന പോളിനോമിയലിന്റെ ഗ്രാഫ് എപ്പോഴും ഒറിജിനിലൂടെ കടന്നു പോകും, അല്ലെങ്കിൽ ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി വെർട്ടിക്കൽ ലൈൻ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻ. ആ രണ്ട് ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അതിന് ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനിലൂടെ കടന്നു പോകും, ആധാരബിന്ദുവിലൂടെ കടന്നു പോകും. ഇതാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് എന്ന രൂപത്തിലുള്ള ഗ്രാഫുകളുടെ പ്രത്യേകത. അതാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. അതിനൊരു പാർട്ടും കൂടി ഉണ്ട്, അടുത്ത് നോക്കാം. എന്താണ്? ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫോളോയിങ് പോളിനോമിയൽസ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ഹാഫ്, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1. വാട്ട് ഈസ് ദി കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ഗ്രാഫ്സ്? അപ്പൊ ഇവിടെ നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പൊ ഇവിടെ എല്ലാം ഇതിന്റെ പ്രത്യേകത നോക്കിയാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എ എന്ന രൂപത്തിലാണ് ഇതെല്ലാം. എക്സ് പ്ലസ് ഒരു കോൺസ്റ്റന്റ്, എക്സ് പ്ലസ് ഒരു കോൺസ്റ്റന്റ്, എക്സ് പ്ലസ് മൈനസ് 1 അതാണ് എക്സ് മൈനസ് 1, എക്സ് പ്ലസ് മൈനസ് 2 അതാണ് എക്സ് മൈനസ് 2. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എ എന്ന രൂപത്തിലുള്ള ഗ്രാഫുകളുടെ പ്രത്യേകതയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് വരച്ചു നോക്കാം. ആദ്യം പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എക്സ് കാണുന്നിടത്ത് 1 കൊടുത്തു, അപ്പോൾ 1 പ്ലസ് 1 ദാറ്റ് ഈസ് 2. പി ഓഫ് 1 2 ആണ്. എക്സ് കാണുന്നിടത്ത് 2 കൊടുത്താൽ 2 പ്ലസ് 1 3. അപ്പോൾ 1 2 2 3. ഇത് ഇവിടെ വരുന്ന നമ്പർ എക്സിന് കൊടുക്കുന്ന നമ്പറിനേക്കാൾ ഒന്ന് കൂടുതലായിരിക്കും പി ഓഫ് എക്സിന്റെ വാല്യൂ. അപ്പോൾ 1 2 2 3 എന്ന് വരച്ചു നോക്കാം. ഇതാ ആക്സിസ് വരച്ചു, ഹൊറിസോണ്ടൽ ലൈൻ, വെർട്ടിക്കൽ ലൈൻ. ഇനി പോയിന്റുകൾ മാർക്ക് ചെയ്യാം. 1 2 1 2 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈനിൽ 1, വെർട്ടിക്കൽ ലൈനിൽ 2. 1 2 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. പിന്നെ 2 3 ഹൊറിസോണ്ടൽ ലൈനിൽ 2, വെർട്ടിക്കൽ ലൈനിൽ 3 കേട്ടോ, 2 3. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടി വരച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ പോയിന്റ് ഏതാണ്? ഇപ്പോൾ ലൈൻ ഏതാണ്? ഇതാണ്. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1ന്റെ ഗ്രാഫാണ്. ഇനി അടുത്ത് നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. എക്സ് പ്ലസ് 2 വരുമ്പോൾ എക്സിനേക്കാൾ 2 കൂടുതൽ. അപ്പോൾ 0 വന്നാൽ 0 പ്ലസ് 2 2, 1 വന്നാൽ 1 പ്ലസ് 2 3. അപ്പോൾ 0 2 1 3. ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. 0 2 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈനിൽ 0, വെർട്ടിക്കൽ ലൈനിൽ 2 കണ്ടോ, 0 2. അതുപോലെ 1 3 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈനിൽ 1, വെർട്ടിക്കൽ ലൈനിൽ 3 കണ്ടോ, 1 3. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ കിട്ടി. ഓക്കെ, അടുത്തത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ഹാഫ്. എക്സ് പ്ലസ് ഹാഫ്. അപ്പോൾ 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് ഹാഫ് ഹാഫ്, 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് ഹാഫ് 1 ആൻഡ് ഹാഫ്. അപ്പോൾ 0 ഹാഫ് എന്ന് പറയുന്നത് 0യും 1നും ഇടയ്ക്കുള്ള പോയിന്റ് ആണ്. 1 1 ആൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ 1, അതുപോലെ 1നും 2നും നടുക്കുള്ള പോയിന്റ്. ആ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇത് 0 1 0 ഹാഫ് 1 1 ആൻഡ് ഹാഫ്. അപ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടി. ഓക്കെ, അടുത്ത് നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2. ഇപ്പോൾ പി ഓഫ് 0 എന്ന് പറയുമ്പോൾ 0 മൈനസ് 2 ദാറ്റ് ഈസ് നെഗറ്റീവ് 2. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ 1 മൈനസ് 2 ദാറ്റ് ഈസ് നെഗറ്റീവ് 1. ഇപ്പോൾ 0 നെഗറ്റീവ് 2 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും ഹൊറിസോണ്ടൽ ലൈനിൽ 0, വെർട്ടിക്കൽ ലൈനിൽ നെഗറ്റീവ് 2 ആയി പോയിന്റ്. 1 നെഗറ്റീവ് 1 എന്ന് പറയുമ്പോഴോ ഹൊറിസോണ്ടൽ ലൈനിൽ 1, വെർട്ടിക്കൽ ലൈനിൽ നെഗറ്റീവ് 1 ഇവിടെ. അപ്പോൾ 1 നെഗറ്റീവ് 1 കണ്ടോ, ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ലാസ്റ്റ് പി ഓഫ് എക്സ് ഈക്വൽ എക്സ് മൈനസ് 1. എക്സ് മൈനസ് 1 പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 മൈനസ് 1 നെഗറ്റീവ് 1. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ 1 മൈനസ് 1 0. അപ്പോൾ 0 നെഗറ്റീവ് 1 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈനിൽ 0, വെർട്ടിക്കൽ ലൈനിൽ നെഗറ്റീവ് 1. 1 0 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈനിൽ 1, വെർട്ടിക്കൽ ലൈനിൽ 0. അപ്പോൾ 1. അപ്പോൾ ഈ രണ്ട് പോയിന്റ് ആണ്. കൂട്ടി വരയ്ക്കാം. എന്ത് വരും നോക്കിയേ, ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടി. അപ്പൊ നോക്കിക്കേ, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എ എന്ന രൂപത്തിലുള്ള കുറെ ഗ്രാഫുകളാണ് വരച്ചിരിക്കുന്നത്. ഈ ഗ്രാഫുകളുടെയൊക്കെ പ്രത്യേകത എന്താണ്? ഇതെല്ലാം കണ്ടോ പാരലലായിട്ടാണ് പോകുന്നത്, സമാന്തര വരകളാണ് ഇതെല്ലാം. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എയുടെ ഗ്രാഫ് എല്ലാം
അവ പരസ്പരം പാരലായിരിക്കും, അവയെല്ലാം പാരലൽ ലൈൻസ് ആയിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ദി ഗ്രാഫ് ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എ ആർ പാരലൽ. എക്സ് പ്ലസ് എ എന്ന രൂപത്തിൽ, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എ എന്ന രൂപത്തിലുള്ള പോളിനോമിയലുകളുടെ ഗ്രാഫ് എപ്പോഴും പരസ്പരം പാരലായിരിക്കും, ഒന്നിന് പാരലായിട്ടാണ് അടുത്ത് വരിക. അപ്പോൾ നമ്മൾ രണ്ട് പ്രത്യേകത, പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് ആണെങ്കിൽ അത് ഒറിജിനിലൂടെ കടന്നു പോകും, അതായത് ഈ ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും കൂട്ടിമുട്ടുന്ന പോയിന്റ് 0 കടന്നു പോകും, 0 എന്നുള്ള പോയിന്റിലൂടെ കടന്നു പോകും. ഇനി പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എ എന്ന രൂപത്തിലുള്ള ഗ്രാഫ് ആണെങ്കിൽ അതെല്ലാം പരസ്പരം പാരലായിരിക്കും. അപ്പോൾ ഈ രണ്ട് പ്രത്യേകതയാണ് നമ്മൾ ആ ലാസ്റ്റ് പ്രവർത്തനത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പോളിനോമിയൽ പിക്ചേഴ്സ് എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്തത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.